ക്രൈം ത്രില്ലർ സിനിമയെ വെല്ലുന്ന വെൽ എക്സിക്യൂട്ടഡ് മർഡർ കേസ്. ഷീന ബോറയുടെ കൊലപാതക കേസ് ഡോക്യു സീരീസ് ആവാൻ പോവുകയാണ്. 2012 ഏപ്രിൽ 24 മുംബൈ നഗരത്തിൽ വെച്ച് ഷീന ബോറ എന്ന പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട കഥയാണ് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കുന്ന ഈ പുതിയ സീരീസ് പറയുന്നത്. അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിന് പോലീസ് പിടിയിലായ ഇന്ദ്രാണി മുഖർജി എന്ന മുൻ മീഡിയ എക്സിക്യൂട്ടീവിന്റെ ഡ്രൈവറുടെ മൊഴിയിൽ സംഭവിച്ച ഒരു ചെറിയ പാളിച്ചയിലൂടെയാണ് ഒരു 25-കാരിയുടെ ആരും അറിയാതെ പോയ കൊലപാതക കഥ പുറംലോകം അറിഞ്ഞത്. സംഭവം ഇങ്ങനെയാണ്. തന്റെ ആദ്യ വിവാഹത്തിലുണ്ടായ ഷീന ബോറ, മിഖായേൽ ബോറ എന്നീ കുട്ടികളെ ഗുവാഹട്ടിയിലെ മാതാപിതാക്കളുടെ അടുത്ത് ഉപേക്ഷിച്ച് ഇന്ദ്രാണി മുഖർജി മുംബൈയിലെ മീഡിയ എക്സിക്യൂട്ടീവായ പീറ്റർ മുഖർജിയെ വിവാഹം ചെയ്യുന്നു. പിൽക്കാലത്ത് ഒരു മാഗസീൻ വഴി അമ്മയെക്കുറിച്ചറിഞ്ഞ ഷീന ബോറ മുംബൈയിലെത്തി ഇന്ദ്രാണിയെ കാണുന്നു. ഇന്ദ്രാണിയുടെ ബിസിനസ് ജീവിതത്തെയും മുംബൈയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലുണ്ടായിരുന്ന ഇന്ദ്രാണിയുടെ റെപ്യൂട്ടേഷനെയും ഷീനയുടെ വരവ് ബാധിക്കുമെന്ന് കരുതിയ ഇന്ദ്രാണി ഷീന തന്റെ സഹോദരിയാണെന്ന തരത്തിൽ എല്ലാവരെയും പറഞ്ഞു ധരിപ്പിച്ചു. മുംബൈയിലെ പോർഷ് ഏരിയയായ ബാന്ദ്രയിൽ ഒരു 3 BHK ഫ്ളാറ്റ് വേണം, ഇല്ലെങ്കിൽ താൻ മകളാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമെന്നുള്ള ഭീഷണിയും ഷീനയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനിടെ ഇന്ദ്രാണിയുടെ ഭർത്താവ് പീറ്ററിന്റെ ആദ്യ വിവാഹത്തിലുണ്ടായ മകൻ രാഹുൽ മുഖർജിയെ ഷീന പരിചയപ്പെടുന്നു. ഇരുവരും വൈകാതെ പ്രണയത്തിലാകുന്നു. പിന്നീട് ലിവിംഗ് റിലേഷനിലേക്കും ആ ബന്ധം വളർന്നു. ഷീനയോട് രാഹുലുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇന്ദ്രാണി പലതവണ നിർബന്ധിച്ചെങ്കിലും ഷീന അതിന് തയ്യാറായിരുന്നില്ല. മുംബൈ മെട്രോയുടെ HR ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഷീന. എന്നാൽ 2012 ഏപ്രിലിൽ പെട്ടെന്നൊരു ദിവസം മുംബൈയിലെ മെട്രോയിലെ റിപ്പോർട്ടിംഗ് ഹെഡിന് ഷീന തന്റെ രാജിക്കത്ത് നൽകുന്നു. തൊട്ടടുത്ത ദിവസം രാഹുലിന്റെ ഫോണിലേക്ക് ഷീനയുടെ ബ്രേക്കപ്പ് ടെക്സ്റ്റ് മെസ്സേജ് എത്തുന്നു. അങ്ങനെ എല്ലായിടത്തു നിന്നും ഷീന പെട്ടെന്ന് അപ്രതീക്ഷയാകുന്നു. ഷീന എങ്ങോട്ട് പോയെന്നോ എന്തിനു പോയെന്നോ അറിയാതിരുന്ന സമയത്താണ് ഷീന തന്റെ ഹയർ സ്റ്റഡീസിനായി ഇനി US-ലായിരിക്കുമെന്ന ഇന്ദ്രാണി മുഖർജിയുടെ വെളിപ്പെടുത്തലെത്തുന്നത്. മറ്റാരും പിന്നീടൊന്നും ഷീനയെക്കുറിച്ച് ചോദിച്ചില്ല, അന്വേഷിച്ചില്ല, ഒരാളൊഴികെ, രാഹുൽ മുഖർജി. ഒരു പ്രശ്നവും തമ്മിലില്ലാതിരുന്നിട്ടും ഒരു വാക്ക് പോലും പറയാതെ ഷീന പോയതിലെ സംശയം രാഹുലിനെ വേട്ടയാടി. തന്നോട് പറയാതെ ഷീന അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്നും രാഹുലിന് ഉറപ്പായിരുന്നു. ഈ സംശയം രാഹുലിനെ മുംബൈയിലെ വാർലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അന്വേഷണവുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ദ്രാണിയുടെ വീട്ടിലെത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതാനും നാളുകൾക്ക് ശേഷം ഇന്ദ്രാണി മുഖർജി അതേ വാർലി സ്റ്റേഷനിലെത്തി രാഹുലിനെതിരെ പരാതിപ്പെടുന്നു. രാഹുലിന്റെ ശല്യം സഹിക്കുകൂടി വയ്യാതെയാണ് ഷീന രാജ്യം വിട്ടത് എന്ന ഇന്ദ്രാണി മുഖർജിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല പോലീസിന്. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം 2015 ഓഗസ്റ്റിൽ ഷീന ബോറ കൊല്ലപ്പെട്ടതാണ് എന്ന വാർത്ത പുറത്തുവരുന്നു. ഇന്ദ്രാണിയുടെ ഡ്രൈവറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് ആ സംഭവത്തിൽ ഇന്ദ്രാണിക്കും മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയ്ക്കും പങ്കുണ്ടെന്ന് മനസ്സിലാകുന്നു. ഇന്ദ്രാണിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായത് സഹോദരിയല്ല, മകളാണ് ഷീന ബോറ എന്നാണ്. കൂടുതൽ വെളിപ്പെടുത്തലുമായി ഷീനയുടെ സഹോദരനായ മിഖായേൽ ബോറയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി. കൊല നടക്കുന്നതിന്റെ അന്ന് ഷീനയെ വിളിച്ച് നേരിൽ കാണണമെന്ന് ഇന്ദ്രാണി മുഖർജി പറയുന്നു. ആദ്യം ഷീന കാണാൻ കൂട്ടാക്കിയിരുന്നില്ല എങ്കിലും പിന്നീട് വരാമെന്ന് സമ്മതിച്ചു. ഏപ്രിൽ 24 വൈകിട്ട് 6 മണിക്ക് ബാന്ദ്രയിലെ നാഷണൽ കോളേജിന് സമീപം ഷീനയെ ഇന്ദ്രാണിയും സഞ്ജീവും ഡ്രൈവറും കാറിൽ വിളിക്കാൻ വന്നു. പിന്നീട് ബാന്ദ്രയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കാറിൽ വെച്ച് തന്നെ ഷീനയെ 3 പേരും ചേർന്ന് കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് ഡ്രൈവറുടെ മൊഴിയിൽ പറയുന്നത്. മകൾ തന്നെ ഭീഷണിപ്പെടുത്തിയതിന്റെ ദേഷ്യം തന്നെയായിരുന്നു കൊലയ്ക്കുള്ള മോട്ടീവ്. ഷീന മരിച്ചുവെന്നുറപ്പിച്ച നേരം റായ്ഗട്ടിലുള്ള ഒരാളൊഴിഞ്ഞ കാട്ടിനുള്ളിൽ വെച്ച് മൃതദേഹം നശിപ്പിച്ചു. കൊലപാതകം നടന്നുവെന്ന് പറയുന്ന 2012 ഏപ്രിൽ 24 കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം ഷീന തന്റെ കാമുകനായ രാഹുൽ മുഖർജിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് ഇന്ദ്രാണി മുഖർജി തെളിവ് സഹിതം കോടതിയിൽ വാദിച്ചത്. 2012 സെപ്റ്റംബറിൽ ഷീനയും കാമുകനും തമ്മിൽ മൊബൈലിൽ പരസ്പരം അയച്ച സന്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ദ്രാണിയുടെ വാദം. കൊലപാതക കേസ് കെട്ടിച്ചമച്ചതാണെന്നും കണ്ടെടുത്ത കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ഷീനയുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും ഇന്ദ്രാണി വാദിച്ചു. എന്നാൽ കൊല്ലപ്പെട്ട ദിവസം രാത്രിയിൽ ഷീന ഇന്ദ്രാണിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് CBIയും കണ്ടെത്തി. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവത്തിൽ ഇന്ദ്രാണിയുടെ ഭർത്താവ് പീറ്റർ മുഖർജിയെയും പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. മകൾ ഷീന ബോറയ്ക്ക് പിന്നാലെ മകൻ മിഖായിലിനെയും കൊല്ലാൻ ഇന്ദ്രാണി മുഖർജി ആലോചിച്ചിരുന്നു എന്ന ഷീന ബോറ വധക്കേസിലെ സാക്ഷി ഡ്രൈവർ ശ്യാംവർ റായ് CBI കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ഇന്ദ്രാണിയാണ് ഷീനയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. മകളുടെ മുഖത്ത് കയറിയിരുന്ന് അവർ ഇതാ 3 BHK ഫ്ളാറ്റ് എന്ന് ആക്രോശിച്ചുവെന്നും ഡ്രൈവർ പറയുന്നു. ഇന്ദ്രാണിയുടെ മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്ന ഷീനയുടെ മുടിയിൽ പിടിച്ചു പിന്നോട്ട് വലിച്ചു. ഇന്ദ്രാണി കഴുത്തു ഞെരിച്ചു. മൃതദേഹം കത്തിച്ചതും ഇന്ദ്രാണിയാണെന്നും ശ്യാംവർ മൊഴി നൽകി.
6.5 കൊല്ലത്തോളം ജയിൽവാസം അനുഭവിച്ച ഇന്ദ്രാണിക്ക് 2022 മെയ്യിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ട്രയൽ ഇനിയും നീളാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അടങ്ങിയ 3-അംഗ ബെഞ്ച് ഇന്ദ്രാണിക്ക് ജാമ്യം അനുവദിച്ചത്. അൺബ്രോക്കൺ ദ അൺടോൾഡ് സ്റ്റോറി എന്ന ഇന്ദ്രാണി മുഖർജിയുടെ ഓർമ്മക്കുറിപ്പിറങ്ങി മാസങ്ങൾ തികയുമ്പോഴാണ് ദ ഇന്ദ്രാണി മുഖർജി സ്റ്റോറി ബറീഡ് ട്രൂത്ത് എന്ന ഡോക്യു സീരീസിന്റെ പ്രഖ്യാപനം നെറ്റ്ഫ്ലിക്സ് നടത്തിയിരിക്കുന്നത്. ഇന്ദ്രാണി മുഖർജിയും മക്കളും മുതിർന്ന മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും ഡോക്യു സീരീസിന്റെ ഭാഗമാകുമ്പോൾ ഷീന ബോറ കൊലപാതകത്തിൽ ലോകമറിയാതെ പോയ കാണാപ്പുറങ്ങൾ കൂടി ഇനിയും പ്രതീക്ഷിക്കാം.